നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്പ് പ്രദക്ഷിണത്തിനിടെ 3 പേരെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡി-സോൺ കലോത്സവത്തിനിടെ SFI KSU സംഘർഷം. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ വടക്കുമുറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ചാലക്കുടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന 1000 കുടുംബങ്ങൾക്കുള്ള മുട്ടക്കോഴി വളർത്തൽ പദ്ധതി തുടക്കമായി. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ സമർപ്പണവും നവീകരണ കലശവും ജനുവരി 29 മുതൽ ഫെബ്രുവരി 5 വരെ നടക്കും. വെസ്റ്റ് ചാലക്കുടി പ്രവാസി കൂട്ടായ്മയായ എയ്സിന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ ചാലക്കുടി ടൗൺ അമ്പ് സംഘടിപ്പിച്ചു. തോട്ടം വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി DFO ഓഫീസുകളിലേക്ക് CITU-വിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. വിശദമായ വാർത്തയിലേക്ക്. അമ്പ് പ്രദക്ഷിണത്തിനിടെ 3 പേരെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ. പരിയാരം അമ്പ് പ്രദക്ഷിണത്തിനിടെ കത്തിക്കുത്തിൽ 3 പേരെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. പരിയാരം അറക്കൽ വീട്ടിൽ മാർട്ടിൻ, കനകമല ഇരിങ്ങാമ്പള്ളി വീട്ടിൽ അഖിൽ, പരിയാരം പാലാട്ടി വീട്ടിൽ ഷെറിൻ, വെള്ളാഞ്ചിറ വാളിയാങ്കാൽ വീട്ടിൽ ഡെനീഷ്, കിഴക്കേപ്പോട്ട കളപ്പറമ്പൻ വീട്ടിൽ ലിൻഡോ, പരിയാരം തെക്കിനിയേടത്ത് വീട്ടിൽ മെബിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ചാലക്കുടി DYSP PK സുമേഷിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി SI MK സജീവനാണ് അറസ്റ്റ് ചെയ്തത്. പരിയാരം സെന്റ് ജോർജ് ദേവാലയത്തിന് സമീപത്തുള്ള അമ്പലത്തിന് മുൻവശത്തെ റോഡിൽ വെച്ചാണ് ഇവർ 3 യുവാക്കളെ ആക്രമിച്ചത്. അമ്പ് പ്രദക്ഷിണം കാണാൻ വന്ന കൂടപ്പുഴ സ്വദേശി ആദി കൃഷ്ണൻ, എലിഞ്ഞിപ്ര സ്വദേശി ജോയൽ, ചാലക്കുടി സ്വദേശി അമർ മാലിക് എന്നിവരെയാണ് കുത്തിയത്. അമ്പ് പ്രദക്ഷിണത്തിന് ഇടയിലുണ്ടായ വഴക്കുമായി ബന്ധപ്പെട്ടുണ്ടായ വിരോധത്താൽ പ്രതികൾ കത്തിക്കൊണ്ട് അമറിന്റെ നെഞ്ചിലും വയറിലും പുറത്തും പലതവണ കുത്തി. തുടർന്ന് ആദി കൃഷ്ണന്റെ തോളത്തും കുത്തി പരിക്കേൽപ്പിച്ചു. കൂടാതെ ജോയലിന്റെ തണ്ടലിന് കത്തിക്കൊണ്ട് കുത്തി ഗുരുതര പരിക്കേൽപ്പിച്ചിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതികളിൽ മെബിൻ ആൻഡു പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ 2022 വർഷത്തിൽ ടോൾ പ്ലാസ അടിച്ചു തകർത്ത് നാശനഷ്ടം വരുത്തിയ കേസിലെ പ്രതിയും 2023 അപകടകരമായ രീതിയിൽ ടിപ്പർ ലോറി ഓടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത കേസിലെ പ്രതിയുമാണ്. മറ്റൊരു പ്രതിയായ ലിൻഡോ 2008 വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കളവ് കേസിലും 2023 പാലക്കാട് ഹേമാംബിക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതിയും 2024 ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മദ്യപിച്ച് അശ്രദ്ധമായി വാഹനമോടിച്ച കേസിലെ പ്രതിയുമാണ്. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡി-സോൺ കലോത്സവത്തിനിടെ SFI KSU സംഘർഷം. നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ KSU നേതാക്കളുമായി പോയ ആംബുലൻസ് CPIM DYFI പ്രവർത്തകർ ആക്രമിച്ചെന്ന് ആരോപണം. ജഡ്ജ്മെന്റ് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന്റെ തുടക്കം. മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ തുടങ്ങിയ സംഘർഷം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു. മത്സരങ്ങളും ഫലപ്രഖ്യാപനങ്ങളും ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണം. സംഘർഷത്തെ തുടർന്ന് കലോത്സവം നിർത്തിവെച്ചു. കമ്പിവടിയും കല്ലുകളും ഉപയോഗിച്ച് നടത്തിയ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. സംഘട്ടനം കടുത്തതോടെ DYSP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശി. പരിക്കേറ്റ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ അടക്കം സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് മുരിങ്ങൂർ നയാഗ്ര പെട്രോൾ പമ്പിനടുത്ത് വെച്ച് ഒരു സംഘം ആക്രമിച്ചു. ആംബുലൻസ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. CPIM DYFI SFI പ്രവർത്തകരാണ് ആംബുലൻസ് ആക്രമിച്ചതെന്ന് KSU ആരോപിച്ചു. പരിക്കേറ്റവരെ കമ്പികൊണ്ട് കുത്തിയതായും ആരോപണമുണ്ട്. പരിക്കേറ്റവർ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആമ്പല്ലൂർ
കല്ലൂർ റോഡിൽ വടക്കുമുറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. അളഗപ്പ നഗർ വെണ്ടൂർ സ്വദേശികളായ കൈതവളപ്പിൽ മനോജിന്റെ മകൻ വികാസ്, പൂക്കോടൻ ജോഷിയുടെ മകൻ രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടം. കല്ലൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ കല്ലൂർ സൗഹൃദ യുവസംഗമം പ്രവർത്തകരുടെ ആംബുലൻസിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ചാലക്കുടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന 1000 കുടുംബങ്ങൾക്കുള്ള മുട്ടക്കോഴി വളർത്തൽ പദ്ധതി തുടക്കമായി. ഒരു വീടിന് 5 വീതം മുട്ടക്കോഴികളെയാണ് വിതരണം ചെയ്തത്. മൃഗാശുപത്രി വഴി നഗരസഭ നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് 6.5 ലക്ഷം രൂപയാണ് നഗരസഭ അനുവദിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം വികസനകാര്യ ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് നിർവഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ പ്രീതി ബാബു അധ്യക്ഷയായി. കൗൺസിലർമാരായ ആനി പോൾ, ഷിബു വാലപ്പൻ, സൂസി സുനിൽ, ബിജി സദാനന്ദൻ, KS സുനോജ്, ബിന്ദു ശശികുമാർ, വത്സൻ ചമ്പക്കര, സൗമ്യ വിനേഷ്, സൂസമ്മ ആന്റണി, നിർവഹണ ഉദ്യോഗസ്ഥ വെറ്റിനറി ഡോക്ടർ മോളി ആന്റണി എന്നിവർ പ്രസംഗിച്ചു. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ സമർപ്പണവും നവീകരണ കലശവും ജനുവരി 29 മുതൽ ഫെബ്രുവരി 5 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി അഴകത്തുമന ത്രിവിക്രമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രസാദ പരിഗ്രഹത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. 29-ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് PV രഘുനാഥ് അധ്യക്ഷത വഹിക്കും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യാതിഥിയാകും. ഫെബ്രുവരി 3-ന് ഉച്ചയ്ക്ക് പുനഃപ്രതിഷ്ഠ നടക്കും. പൂർണ്ണമായും കൃഷ്ണശിലയിൽ പൂർത്തീകരിച്ച വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത്. വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ മന്ത്രി K രാജൻ, സനീഷ് കുമാർ ജോസഫ് MLA, പെരുവനം കുട്ടൻ മാരാർ, മുൻ മന്ത്രി C രവീന്ദ്രനാഥ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ KS സുദർശൻ തുടങ്ങിയവരും ആത്മീയ ആചാര്യന്മാർ, സാമൂഹിക സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. ഈ ദിവസങ്ങളിലെല്ലാം വൈകിട്ട് കലാപരിപാടികൾ അരങ്ങേറും. ക്ഷേത്രം ഭാരവാഹികളായ PV രഘുനാഥ്, OK ശിവരാജൻ, ശിവശങ്കരൻ കടവിൽ, K രാമൻ, A ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പടിഞ്ഞാറെ ചാലക്കുടി നിത്യസഹായമാത ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ തിരുനാളിനോടനുബന്ധിച്ച് വെസ്റ്റ് ചാലക്കുടി പ്രവാസി കൂട്ടായ്മയായ എയ്സിന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറെ ചാലക്കുടി ടൗൺ അമ്പ് സംഘടിപ്പിച്ചു. ടൗൺ അമ്പിന് മുന്നോടിയായി പ്രവാസികളെ സമർപ്പിച്ചുകൊണ്ടുള്ള വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. പള്ളി അങ്കണത്തിൽ വെച്ച് കൈരളി ചാലക്കുടി, പാല ന്യൂ വോയ്സ് എന്നീ ടീമുകൾ സൗഹൃദ ബാൻഡ് മേളം നടത്തി. നിത്യസഹായമാതാ പള്ളിയിൽ നിന്നും അലങ്കരിച്ച തേരിൽ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളന്റെ രൂപവും വഹിച്ചുകൊണ്ടുള്ള ഭക്ത്യാദരപൂർവമായ പ്രവാസി അമ്പ പ്രദക്ഷിണം കാണാനും പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാനും ജാതിമത ഭേദമന്യേ ഒരു വൻ ജനാവലി എത്തിയിരുന്നു. ബാൻഡ് സെറ്റ്, ശിങ്കാരി മേളം, പൂമ്പാറ്റ നൃത്തം, പ്രൗഢി വിളിച്ചോതുന്ന ദീപാലങ്കാര തേര്, വെടിക്കെട്ട്, വർണ്ണമഴ എന്നിവയെല്ലാം ടൗൺ അമ്പിന് മാറ്റുകൂട്ടി. ബട്ടർഫ്ലൈസ് അവതരിപ്പിച്ച പൂമ്പാറ്റ നൃത്തം മുതിർന്നവരുടെയും കുട്ടികളുടെയും മനം കുളിർപ്പിക്കുന്ന ഒന്നായിരുന്നു. പള്ളിയിൽ നിന്നാരംഭിച്ച അമ്പ് പ്രദക്ഷിണം അമ്പലനട ജംഗ്ഷൻ, ഇടവക അതിർത്തിയായ ട്രാൻസ്ഫോമർ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ പോയി തിരികെ പള്ളിയിൽ പ്രവേശിച്ചു. തുടർന്ന് പള്ളി അങ്കണത്തിൽ വെച്ച് നടന്ന വാദ്യമേളങ്ങളോടെ പടിഞ്ഞാറെ ചാലക്കുടി ടൗൺ അമ്പ് സമാപിച്ചു. എയ്സ് പ്രസിഡന്റ് ജിജോ അമ്പൂക്കൻ, സെക്രട്ടറി ജോൺസൺ മുട്ടത്ത്, ട്രഷറർ സോബി തരകൻ, വിൽസൺ മറ്റത്തി, സെബാസ്റ്റ്യൻ വേടപ്പറമ്പിൽ, ജിജോ തരകൻ, അഡ്വക്കേറ്റ് നിക്സൺ പാക്രത്ത്, സാബു മേനോത്ത്, ഷാജി പള്ളായി, സോണി തരകൻ, ജെയ്മോൻ ഈഞ്ചക്കൽ, വിൽസൺ അമ്പൂക്കൻ, നെൽസൺ പാക്രത്ത്, ആന്റണി തരകൻ, നിജോ കുറ്റിക്കാടൻ, സന്തോഷ് കുരിശുമൂട്ടിൽ, സാബു പൊട്ടക്ക, പോൾസൺ തരകൻ, ഡോയ്ബി അമ്പൂക്കൻ, ഷിജോ താക്കോൽക്കാരൻ, സാബു വാലപ്പൻ എന്നിവർ ടൗൺ അമ്പിന് നേതൃത്വം നൽകി.
വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി DFO ഓഫീസുകളിലേക്ക് CITUവിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ചാലക്കുടി DFO ഓഫീസിലേക്ക് നടന്ന മാർച്ച് CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാടി MLA KK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ധർണയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ചാലക്കുടി ഏരിയ സെക്രട്ടറി സഖാവ് KS അശോകൻ, PG വാസുദേവൻ നായർ, PT ജോയ്, PS സത്യൻ, ഉമേഷ് PC, AK പ്രേംദാസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പ് പ്രദക്ഷിണത്തിനിടെ 3 പേരെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതികൾ അറസ്റ്റിൽ. മാള ഹോളി ഗ്രേസ് കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ D-സോൺ കലോത്സവത്തിനിടെ SFI KSU സംഘർഷം. ആമ്പല്ലൂർ കല്ലൂർ റോഡിൽ വടക്കുമുറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കാനയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ചാലക്കുടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന 1000 കുടുംബങ്ങൾക്കുള്ള മുട്ടക്കോഴി വളർത്തൽ പദ്ധതി തുടക്കമായി. നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ സമർപ്പണവും നവീകരണ കലശവും ജനുവരി 29 മുതൽ ഫെബ്രുവരി 5 വരെ നടക്കും. വെസ്റ്റ് ചാലക്കുടി പ്രവാസി കൂട്ടായ്മയായ ഏസിന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറേ ചാലക്കുടി ടൗൺ അമ്പ് സംഘടിപ്പിച്ചു. തോട്ടം വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി DFO ഓഫീസുകളിലേക്ക് CITUവിന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.